രാഹുൽ ഗാന്ധിക്ക് ഈ കളിയിക്കാവിള അതിർത്തി എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഈ ഇടതുപക്ഷ വിരോധവും വിഭ്രാന്തിയുമാണ് എന്നുള്ളതാണ് ഏറ്റവും അപമാനകരമായിരിക്കുന്ന ഒരു കാര്യം. ഉറപ്പായിട്ടും ഞാൻ മാത്രമല്ല, ധാരാളം പ്രതിപക്ഷ എം പിമാർ, കേരളത്തിൽ നിന്നുള്ള മറ്റ് ഇടതുപക്ഷ എം പിമാരും ഒക്കെ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രശ്നം ഇന്ന് ഉയർത്തിയില്ലെങ്കിൽ, അല്ലെ വരും ദിവസങ്ങളിൽ ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരർത്ഥവുമില്ലല്ലോ. അതുകൊണ്ട് ഈ സംഘർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തിൽ ഈ പ്രശ്നം ഉന്നയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗമുണ്ട്. CJP എന്നാണ് രാഹുൽ ഗാന്ധി വിളിച്ചത്. ആ രാഹുൽ ഗാന്ധിയുമായിട്ട് ഇന്ന് വേദി പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് ശരിയാണ്? രാഹുൽ ഗാന്ധിക്ക് ഈ കളിയിക്കാവിള അതിർത്തി എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഈ ഇടതുപക്ഷ വിരോധവും വിഭ്രാന്തിയുമാണ് എന്നുള്ളതാണ് ഏറ്റവും അപമാനകരമായിരിക്കുന്ന ഒരു കാര്യം. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ ആകെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം ആ നായകത്വം എടുക്കുന്നത്. അവൻ്റെ ഉത്തരവാദിത്വം ഈ കേരളത്തിലെ വിമാനം ഇറങ്ങുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണെന്നുള്ളത് കോൺഗ്രസ് നേതൃത്വമാണ് വളരെ അധികം പരിശോധിക്കേണ്ടത്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും വർഗീയതക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക, അതിന് നേതൃപരമായ പങ്കുവഹിക്കേണ്ട ആളുകൾ ഒരർത്ഥവും ഇല്ലാത്ത, ഒരു വസ്തുതയുടെ പിൻബലവും ഇല്ലാത്ത, അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം നിരർത്ഥകമായ പ്രസ്താവന നടത്തുക എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് തന്നെ വലിയ മാനക്കേടാണ്. അതുകൊണ്ട് അതിനകത്ത് കുറച്ച് കാര്യഗൗരവമുള്ളവർ അദ്ദേഹത്തെ ഉപദേശിച്ച് നിയന്ത്രിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കേരളത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദം എന്ന് പറയുന്നത് ഈ 3 മുഖ്യന്മാർ, അവരിതിനു വേണ്ടി ഉപദേശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും മാധ്യമ സുഹൃത്തുക്കളോ നിങ്ങൾ ഗൗരവപ്പെട്ടവരോ ഒന്നും ഒരു ദേശീയ നേതാവിൻ്റെ അന്തസ്സിന് നിരക്കുന്ന ഒരു പരാമർശമല്ല അത് എന്ന് അദ്ദേഹത്തോട് പറയണം. ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ ഉൾപ്പെടെ പല കേസിനകത്തും കോൺഗ്രസ് നേതാക്കന്മാരെ ചോദ്യം ചെയ്തു. പല ആരോപണങ്ങളും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഉണ്ടായി. അതൊക്കെ രാഷ്ട്രീയ പ്രേരിതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സാമാന്യ ബോധം പ്രതികരണം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് വലിയ നേതാക്കന്മാരാകുമ്പോൾ കാണിക്കേണ്ടതാണ്. അതുണ്ടായില്ല എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. അതേസമയം കോൺഗ്രസ് നേതൃത്വം ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രത്യേകമായിട്ട് നിയന്ത്രിക്കണം.